ഹലോ, പർപ്പിൾ പ്ലാറ്റേഴ്സ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലെ കടലമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഡിഷാണ്, ബേസൻ ബർഫി. ഇതിനെ മോഹൻതാൽ എന്നും പറയും. മോഹൻലാൽ അല്ല കേട്ടോ, മോഹൻതാൽ. ഈ ഡെസേർട്ട്സും സ്വീറ്റ്സും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് 2 കപ്പ് കടലമാവാണ്. ഈ കടലമാവ് എടുക്കുമ്പോൾ അരിച്ചിട്ട് എടുക്കായിരിക്കും നല്ലത് കേട്ടോ. ഈ ബർഫി ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾ സെയിം കപ്പ് കൊണ്ട് മെഷർ ചെയ്യാം കേട്ടോ, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ. ഞാൻ ഇതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അളന്ന് വെച്ചിരിക്കുന്നു കേട്ടോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ പാലും 3 ടേബിൾ സ്പൂൺ നല്ലവണ്ണം മെൽറ്റായ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ഡിഷ് ആയതുകൊണ്ട് നെയ്യും പഞ്ചസാരയൊക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ കുറച്ചൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് 2 കൈൻ്റെ ഇടയ്ക്ക് വെച്ചൊന്ന് റബ്ബ് ചെയ്തെടുക്കാം. ഒരു കൈ കൊണ്ട് ചെയ്താൽ പറ്റില്ല കേട്ടോ, അതിങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ 2 കൈൻ്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടെക്സ്ചർ ആവും. ദേ നോക്കി, ഇതുപോലെ കണ്ടില്ല, ഇങ്ങനെ മണി പോലെ ഇരിക്കും. ഇനി ഇതിനൊരു നൈസായിട്ടുള്ള പൗഡർ ആക്കാൻ വേണ്ടി നമുക്കിതിനെ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതിനെ മിക്സിയിൽ ഇട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിനെ 2-3 പ്രാവശ്യം പൾസ് ചെയ്തപ്പോൾ നല്ല പൊടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു നുള്ളു കുങ്കുമപ്പൂ എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് കലക്കി വെക്കാം. ഈ സ്റ്റെപ്പ് ഓപ്ഷണൽ ആട്ടോ, കുറച്ച് കളറും ഫ്ലേവറും സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുങ്കുമപ്പൂ ഇടുന്നത്. ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ എല്ലാ ഐറ്റംസും സെയിം കപ്പിൽ തന്നെ മെഷർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ നല്ല റെസ്റ്റൊക്കെ എടുത്ത് ഉഷാറായി വന്ന കടലമാവിനെടുത്ത് നമുക്ക് നല്ല ചൂടുള്ള നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. ഇനി ഇതിനിട്ട് നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഈ കടലമാവിൻ്റെ ടെക്സ്ചർ മാറുന്നത് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. പല സമയത്ത് പല ടെക്സ്ചറായിരിക്കും. നിങ്ങൾ നോക്കിയിരുന്നു കേട്ടോ, ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതിൻ്റെ ലുക്കും ടെക്സ്ചറൊക്കെ മാറുന്നത്. ഇതേ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കട്ട പരുവത്തിലായിട്ടുണ്ട്. ഇത് നോക്കിയേ, പതുക്കെ ഇത് സോഫ്റ്റായി വരുന്നുണ്ട്, കണ്ടില്ലേ? ഇതേ നമ്മൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നിന്ന് ഇളക്കി ക്ഷീണിക്കുമ്പോഴാണ് ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നത്. ഇതേ അടുത്ത സ്റ്റേജ് ഒന്ന് നോക്കിയേ, കണ്ട പതയിന് കണ്ട നല്ല പത വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നേരം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇളക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇനി ഒന്ന് നമുക്ക് കൂട്ടി വയ്ക്കാം. ഇതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടോ ഇളക്കി തുടങ്ങിയിട്ട്. ഇത് നമ്മളെ മഞ്ഞ കളറിൽ നിന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം. ഒരു 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചായിട്ട് 2 ടേബിൾ സ്പൂൺ വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് ഇളക്കുമ്പോൾ ഇതൊന്ന് കട്ടിയായി തുടങ്ങും. അപ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ ഇളക്കി ഒന്ന് കട്ടിയാക്കിയതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് ഇത് കണ്ട ഈ പരുവത്തിലായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് നോക്കിയാൽ നല്ല പേട പോലത്തെ ടെക്സ്ചർ ആയിട്ടില്ലേ. ഇനി ഇതൊന്ന് ചൂടാറിക്കോട്ടെ, അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ 2 കപ്പ് കടലമാവിന് നമുക്ക് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മളുടെ കുങ്കുമപ്പൂ കലക്കി വെച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് കുറച്ച് നേരിട്ട് തിളപ്പിക്കേണ്ടി വരും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിനെ ഒരു 7-8 മിനിറ്റ് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയില്ലേ, അതുപോലെ ആക്കിയെടുക്കണം. നിങ്ങൾ എൻ്റെ കാജു കത്ലി സ്വീറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴും കാണിച്ചു തരാം കേട്ടോ. ഇതേ നോക്കിയേ, എനിക്ക് ഫോക്കസ് ആയിട്ടില്ലല്ലോ, ഇപ്പോൾ ഫോക്കസ് ആക്കി കാണിച്ചു തരാം കേട്ടോ. അതെ നോക്കിയേ, ഒരു 1 സ്ട്രിങ് ആയിട്ട് കാണില്ലേ, ഒരു സ്ട്രിങ് പോലെ, അതാണ് നമ്മളുടെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി. അപ്പോൾ ഈ പരുവാവണ വരെ ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെച്ച് ഒന്ന് ലൈറ്റായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ കടലമാവ് മിക്സറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും കുറേ ഉണ്ടെന്ന്, പക്ഷേ അത് മിക്സായി വരുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ 1/4 കപ്പ് നെയ്യ് എടുത്തപ്പോഴും തോന്നിയില്ല അത് കുറേ ഉണ്ടെന്ന്. പക്ഷേ നമ്മൾ മിക്സ് ചെയ്ത് വന്നപ്പോൾ നല്ല പെർഫെക്റ്റ് ടെക്സ്ചർ ആയില്ലേ ഇതിൻ്റെ. ഈ കടലമാവ് ഈ ഷുഗർ സിറപ്പിൽ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസിന് മുകളിൽ വെച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ബർഫി സെറ്റാക്കാൻ വേണ്ടി ഞാൻ അതായത് ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതിലൊരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നെയ്യ് കൊണ്ട് ഒന്ന് ഗ്രീസ് ചെയ്താൽ മതി. ഈ ബർഫി നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇതിപ്പോൾ ഇവിടെ സ്ക്വയർ ഷേപ്പിൻ്റെ ഒരു പാത്രം എടുത്തിങ്ങനെ. ഇതിലേക്ക് നമ്മളുടെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഇത് 6 ഇഞ്ചിൻ്റെ പാത്രം കേട്ടോ. എല്ലാ സൈഡും ഒന്ന് ഒതുക്കി കൊടുക്കാം. ഈ മിക്സ്ചർ ഇപ്പോൾ നല്ല കട്ടിണ്ടെങ്കിൽ 3-4 മണിക്കൂറിൽ സെറ്റാവും. പക്ഷേ ഇത് കുറച്ച് തിന്നാണ്, ലൂസാണെങ്കിൽ ഇത് നമുക്ക് ഓവർനൈറ്റും വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ മിക്സ്ചർ കുറച്ച് ലൂസാട്ടോ. ഞാൻ ലാസ്റ്റിൽ പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ആക്കിയായിരുന്നു അതുകൊണ്ട്. അപ്പോൾ നമുക്കിത് ഓവർനൈറ്റ് സെറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് ഫുള്ളായിട്ട് സെറ്റ് ആവണേ മുമ്പ് നമുക്ക് വേറെ പണിയുണ്ട് കേട്ടോ ഇതിൽ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബർഫി നമുക്ക് ഇങ്ങനെ തന്നെ മുറിച്ച് കഴിക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ കൂടി ചെയ്യാൻ പോവാം. എൻ്റെ കാജു കത്ലിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഈ എഡിബിൾ സിൽവർ വർക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിൽവർ വർക്ക് തന്നെ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഞാൻ ഇത് ഓൺലൈനാണ് വാങ്ങിച്ചത്. ഇനി നമ്മൾ ഈ സിൽവർ വർക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കൈ കൊണ്ട് തൊടാൻ പാടില്ല കേട്ടോ, എന്താ വെച്ചാൽ അത് കയ്യിൽ ഒട്ടി പിടിക്കും.
അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഈ പേപ്പർ വെച്ച് തന്നെ നമുക്ക് അതിന്മേൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് നട്ട്സ്, പിസ്തയും ബദാമും ഒക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ബർഫീനെ ഇങ്ങനെ അലങ്കരിക്കുമ്പോഴല്ലേ ഇതിനെ കാണാൻ ഒരു ഭംഗി അല്ലേ. ഇത് നമ്മൾ ദീപാവലിക്കോ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഗസ്റ്റിന് സെർവ് ചെയ്ത് കൊടുക്കുമ്പോൾ ആരും പറയില്ല കേട്ടോ ഇത് നമ്മൾ ഷോപ്പിൽ നിന്നല്ല വാങ്ങിയെന്ന്. അത്ര ഭംഗിയാണ് കാണാൻ. ഒരു സ്പൂണോ സ്പാച്ചുലോ വെച്ച് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിനൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിൽ. അപ്പോൾ നന്നായി ഒട്ടി പിടിച്ചോളൂ ഇത് സെറ്റായി വരുമ്പോൾ. ഇനി ഇതിനെ കുറച്ച് നേരം കൂടി സെറ്റാവാൻ വെക്കാം. അപ്പം ഞാൻ ഇത് ഓവർനൈറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തുകൊണ്ട് ഇത് ഈസി ആയിട്ട് നമുക്ക് ഇതിനുള്ളിൽ നിന്ന് എടുക്കാം. ഇനി നല്ല ഷാർപ്പായിട്ടുള്ള കത്തി വെച്ച് നമുക്കിതിനെ പീസസ് ആക്കി എടുക്കാം. ഞാൻ ഇത് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്ചറും കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കാനും കൂടുതൽ കഷ്ടപ്പാടൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ആ സിൽവർ വർക്ക് വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അപ്പോൾ ഏത് ഫെസ്റ്റിവലും ഫംഗ്ഷനായാലും നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ആ കാജു കത്ലിയും നമ്മൾ കാഷ്യൂനട്ട് വെച്ചുണ്ടാക്കിയ ബർഫി ഓർമ്മയുണ്ടല്ലോ, അതും ഉണ്ടാക്കുക. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കാജു കത്ലിയുടെ റെസിപ്പി. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. Bye bye.